ഹലോ, വെൽക്കം ടു മൈ ചാനൽ ലൗഡ് ആൻഡ് ക്ലിയർ. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക, അപ്പോൾ വരുന്ന ഓൾ ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കോണുകൾ ചേരുമ്പോൾ എങ്ങനെയാണ് അത് കൂട്ടുക കുറയ്ക്കുക എന്നൊക്കെ പഠിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു രേഖയ്ക്ക് ലംബമായിട്ട് മറ്റൊരു രേഖ വരയ്ക്കുക. അപ്പോൾ ഈ ലംബമായിട്ട് മറ്റൊരു രേഖ വരയ്ക്കുമ്പോൾ ആ കോൺ എങ്ങനെയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മളത് ലംബാണെന്ന് പറയുന്നത്. അപ്പോൾ ഈ മട്ടകോണിൻ്റെ ഉള്ളിൽ നമ്മളിനി മറ്റൊരു രേഖ കൂടി, അതായത് മറ്റൊരു രേഖ കൂടി വരച്ച് മറ്റൊരു കോണ് വരയ്ക്കാൻ പോവുകയാണ്. ഞാൻ രേഖകൾക്ക് പേരൊക്കെ കൊടുത്തിട്ടുണ്ട്, ABCD എന്നൊക്കെ. അപ്പോൾ ഇതിൽ കോൺ DAB 50 ഡിഗ്രിയാണ്. അങ്ങനെയെങ്കിൽ കോൺ DAC എന്തായിരിക്കും? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ? ഈ കോണുകൾ മൊത്തം കൂട്ടിയാൽ 90 ഡിഗ്രിയാണെന്ന് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ഈ കോൺ 50 ഡിഗ്രിയാണ്. കോൺ DAB 50 ഡിഗ്രി ആണെങ്കിൽ കോൺ DAC എന്തായിരിക്കും? വലിയ കോണിൽ നിന്ന്, അതായത് 90 ഡിഗ്രിയിൽ നിന്ന് കോൺ DAB അതായത് 50 ഡിഗ്രി കുറച്ചതായിരിക്കും. അതായത് കോൺ CAB എന്ന് പറയുന്നത് എത്രയാണ്? 90 ഡിഗ്രി. കോൺ DABയോ? കോൺ DAB സമം 50 ഡിഗ്രി. ഇനി എന്താ ചെയ്യേണ്ടത്? കോൺ CAD കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? കോൺ CABയിൽ നിന്നും കോൺ DAB കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? കോൺ CAD കിട്ടും. അതായത് കോൺ CAD സമം കോൺ CAB മൈനസ് കോൺ DAB. അതായത് കോൺ CAB എത്രയാ? 90 ഡിഗ്രി. 90 ഡിഗ്രി കുറയ്ക്കണം. കോൺ DAB എത്രയാ? 50 ഡിഗ്രി. അതായത് 40 ഡിഗ്രി ആയിരിക്കും കോൺ CAD. ഇനി നമുക്ക് ഈ AB എന്ന രേഖയെ ഇടതുവശത്തോട്ടൊന്ന് നീട്ടി വരയ്ക്കാം. എന്നിട്ട് E എന്ന് പേര് കൊടുക്കാം. ഇതിൽ കോൺ DAEയുടെ അളവ് എത്രയാണ്? അപ്പോൾ നമുക്കറിയാം കോൺ DAE എന്ന് പറഞ്ഞാൽ ഇതിൽ ഈ കാണുന്ന വലിയ, അതായത് ഈ വലിയ ഭാഗമാണ് കോൺ DAE. ഈ കോണിൻ്റെ അളവ് എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം കോൺ DAE എന്ന് പറഞ്ഞാൽ കോൺ DAE സമം ഏതൊക്കെയാണ്? കോൺ DACയും കോൺ CAEയും കൂടി ചേർന്നതാണ്. ആണല്ലോ അല്ലേ? ആ വലിയ കോൺ DACയും കോൺ CAEയും. ഇതിൽ കോൺ DAE കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? കോൺ DACയും കോൺ CAEയും തമ്മിൽ കൂട്ടിയാൽ മതി. അപ്പോൾ കോൺ DAC എത്രയാണെന്ന് നമുക്കറിയാം. കോൺ DAC 40 ഡിഗ്രിയാണെന്ന് നമുക്കറിയാം. അതുപോലെ കോൺ CAE എന്താണെന്നറിയാം? മട്ടകോണാണെന്നറിയാം. അതെത്രയാണ്? 90 ഡിഗ്രി. അപ്പോൾ കോൺ DAC സമം 40 ഡിഗ്രി, കോൺ CAE സമം 90 ഡിഗ്രി. അപ്പോൾ കോൺ DAE സമം എന്താണ്? 40 ഡിഗ്രി പ്ലസ് 90 ഡിഗ്രി. 40ഉം 90ഉം കൂട്ടിയാൽ എത്രയാണ്? 130 ഡിഗ്രി. അപ്പോൾ ഈ വലിയ കോൺ, അതായത് കോൺ DAE നമുക്ക് 130 ഡിഗ്രി ആണെന്ന് കിട്ടി. ഇനി ഈ ചിത്രത്തിൽ കോൺ DABയും കോൺ DAEയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ വര നോക്കണ്ട, ഞാൻ പൊത്തിപ്പിടിച്ച വര നോക്കണ്ട. അതായത് കോൺ DAE മൊത്തം 130 ഡിഗ്രിയും കോൺ DAB എത്രയാണ്? 50 ഡിഗ്രിയുമാണ്. അപ്പോൾ അത് തമ്മിൽ കൂട്ടി നോക്കിയാൽ എത്രയായിരിക്കും വരിക? 50 ഡിഗ്രി കൂട്ടണം 130 ഡിഗ്രി എത്രയാണ്? 180 ഡിഗ്രി എന്ന് കിട്ടും. അതായത് ഈ ഒരു രേഖയിലെ ഈ കോണുകളെല്ലാം കൂടി ചേർന്നപ്പോൾ നമുക്ക് എത്ര കിട്ടി? 180 ഡിഗ്രി എന്ന് കിട്ടി. ഇനി നമുക്ക് മറ്റൊരു ചിത്രം നോക്കാം. അപ്പോൾ ഈ ചിത്രത്തിൽ ഞാൻ ഒരു രേഖ വരച്ചു, മറ്റൊരു രേഖ അതിന് മേലിലൂടെ വരച്ചു. അപ്പോൾ നമുക്ക് കിട്ടുന്ന രേഖകൾക്ക് ഞാൻ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. ABCD എന്നൊക്കെ പേര് കൊടുത്തിട്ടുണ്ട്. അതിൽ ABയിലെ മറ്റൊരു രേഖ മുറിച്ച് കിടക്കുന്നതാണ് DC. അപ്പോൾ വരുന്ന കോൺ DCB എത്രയാണ്? 60 ഡിഗ്രിയാണ്. അപ്പോൾ കോൺ ACD എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതിന് ഞാൻ സിയിലൂടെ ഒരു ലംബം
വരയ്ക്കുകയാണ്. എന്നിട്ട് ഈ കോണിനെ രണ്ടാക്കിയിട്ട് മാറ്റുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു രേഖ വരച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ എങ്ങനെ കോൺ കണ്ടുപിടിക്കാമെന്ന്. അപ്പോൾ കോൺ ECD നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ കോൺ ECA എന്തായിരിക്കും? നമ്മൾ ലംബ വരച്ച 90 ഡിഗ്രി. അപ്പോൾ കോൺ DCE എങ്ങനെ കണ്ടുപിടിക്കും? ഇത് മൊത്തം 90 ആയിരിക്കും. അതായത് കോൺ ECB 90 ആയിരിക്കും. കോൺ DCB 60 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോൺ ECD കണ്ടുപിടിക്കാൻ സിമ്പിൾ അല്ലേ? നമ്മൾ കുറച്ച് മുന്നേ ചെയ്തിട്ടുള്ളൂ അല്ലേ? കോൺ DCE സമം എന്താ? 90 മൈനസ് 60 ഡിഗ്രി എത്രയാ? 30 ഡിഗ്രി. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നിലെ കണക്ക് ചെയ്ത പോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കോൺ DCE 30 ഡിഗ്രി കിട്ടി. കോൺ ACE 90 ഡിഗ്രി ആണെന്നറിയാം. അപ്പോൾ കോൺ DCA എന്തായിരിക്കും? 90 ഡിഗ്രിയും 30 ഡിഗ്രിയും കൂടി കൂട്ടിയത്, അതായത് 120 ഡിഗ്രി ആയിരിക്കും. നമ്മൾ തൊട്ട് മുന്നിലെ കണക്ക് ചെയ്ത പോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതായത് കോൺ ACD ആ വലിയ കോൺ എത്രയെന്ന് കിട്ടി? 120 ഡിഗ്രി എന്ന് കിട്ടി. ഇതിലിപ്പോൾ നേരത്തെ ചിത്രത്തിലെ പോലെ തന്നെ എന്താ ബന്ധം? കോൺ ACDയും കോൺ DCBയും കൂട്ടിയാൽ എത്രയാണ്? 120ഉം 60ഉം കൂട്ടിയാൽ എത്രയാണ്? 180 ഡിഗ്രി. എത്രയാണ്? 180 ഡിഗ്രി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 ചിത്രങ്ങളിലും നോക്കിയപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായില്ലേ? അപ്പോൾ ഇനിയൊരു ചിത്രം തരാം. അതിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് അത് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. അതായത് ഈ ചിത്രത്തിൽ ഈ ഒരു കോണളവ് 130 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ 2 കണക്കിലും പഠിച്ചു. മൊത്തം ഒരു രേഖയിലെ മൊത്തം കോണളവ് എന്തെന്ന് കിട്ടി? 2 കോണിൻ്റെയും 180 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ കോൺ എന്തായിരിക്കും? 180ൽ നിന്ന് 130 കുറച്ചാൽ 50 ഡിഗ്രി. അപ്പോൾ ഈ കോൺ എന്തായിരിക്കും? 50 ഡിഗ്രി. അപ്പോൾ നമുക്ക് അടുത്ത കുറച്ച് കണക്കുകൾ നോക്കാം. കഴിഞ്ഞ കണക്ക് ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ കണക്കുകളും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിലൊരു രേഖയെ മറ്റൊരു രേഖ മുറിച്ച് കിടന്നിട്ടുണ്ട്. അപ്പോൾ കിട്ടുന്ന ഒരു കോൺ 100 ഡിഗ്രിയാണ്. അപ്പോൾ മൊത്തം എത്രയാണ്? 180 ഡിഗ്രി. അപ്പോൾ 2 കോണുകളുടെയും തുക 180 ഡിഗ്രിയാണ്. അപ്പോൾ 180ൽ നിന്ന് 100 കുറച്ചാൽ 80 ഡിഗ്രി. അടുത്തതോ മനക്കണക്കായി ചെയ്യാവുന്നതേ ഉള്ളൂ. 180ൽ നിന്ന് 2 രേഖകളാണ് അല്ലേ മുറിച്ച് കിടന്നിരിക്കുന്നു. അതിൽ ഒരു കോൺ 40 ആണെങ്കിൽ മറ്റേ കോൺ എന്തായിരിക്കും? 180ൽ നിന്ന് 40 കുറച്ചാൽ എത്രയാണ്? 140 ഡിഗ്രി. നമ്മൾ മനസ്സിൽ കണക്ക് കൂട്ടേണ്ട ആവശ്യമുള്ളൂ. അടുത്തത് ഒരു രേഖ, അതിന് മറ്റൊരു രേഖ മുറിച്ച് കിടന്നു. അപ്പോൾ എന്താ? 50 ഡിഗ്രിയാണ് ഒരു കോണ്. അപ്പോൾ അടുത്ത കോൺ എന്തായിരിക്കും? 180 കുറക്കണം 50, 130 ഡിഗ്രി. ഇതേപോലെ തന്നെ ഇതെന്തായിരിക്കും? 180 കുറക്കണം 80 ഡിഗ്രി. എത്രയായിരിക്കും? 100 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നെല്ലാം എന്ത് മനസ്സിലായി? ഒരു വരയിൽ നിന്ന് മറ്റൊരു വര വരച്ചാൽ ഇരുവശത്തും ഉണ്ടാകുന്ന കോണുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും അല്ലേ? ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു ജോഡി കോണുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? രേഖീയ ജോഡി അഥവാ ലീനിയർ പെയർ എന്ന് പറയുന്നത്. ഇനി ഈ കണക്ക് നോക്കാം. ഇതിൽ കോൺ ACE എത്രയാണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഈ കോൺ. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? കോൺ BCE, അതായത് കോൺ BCDയും കോൺ DCEയും ചേർന്നതാണ്. അത് എത്രയൊക്കെയാണ്? കോൺ BCD 25 ഡിഗ്രിയും കോൺ DCE 50 ഡിഗ്രിയും. ഇത് മൊത്തം എത്രയായിരിക്കും എന്ന് നമുക്കറിയാം? 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് കോൺ BCE, അതായത് കോൺ BCDയും കോൺ DCEയും കൂട്ടിയത് എത്രയിൽ നിന്ന് കുറയ്ക്കണം? 180 ഡിഗ്രിയിൽ നിന്ന് കുറച്ചാൽ നമുക്ക് ആവശ്യമുള്ള കോൺ ACE കിട്ടും. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അതായത് കോൺ ECD എത്രയെന്ന് തന്നിട്ടുണ്ട്? 50 ഡിഗ്രി. കോൺ DCB എത്രയെന്ന് തന്നിട്ടുണ്ട്? 25 ഡിഗ്രി. അപ്പോൾ കോൺ ECB എത്രയായിരിക്കും? കോൺ ECDയും കോൺ DCBയും കൂട്ടിയത്, അതായത് 50 ഡിഗ്രിയും 25 ഡിഗ്രിയും കൂട്ടിയതാണ് കോൺ ECB. എത്രയാണ്? 75 ഡിഗ്രി. ഇനി എന്താണ്? നമ്മുടെ കോൺ ACE കണ്ടുപിടിക്കണം. അതിന് എന്ത് ചെയ്താൽ മതി? നമ്മൾ പറഞ്ഞു അല്ലേ, ഇത് മൊത്തം എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ കോൺ ACE കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 180ൽ നിന്ന് കോൺ ECB കുറച്ചാൽ മതി. അതായത് കോൺ ECB എത്രയാണ്? 75 ഡിഗ്രി. അതായത് കോൺ ACE സമം എന്താ? 180 ഡിഗ്രി കുറയ്ക്കണം കോൺ
ECB, അതായത് 75 ഡിഗ്രി. എത്രയാണ്? 180 ഡിഗ്രിയിൽ നിന്ന് 75 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 105 ഡിഗ്രി. അപ്പം നമ്മുടെ കോൺ ACE എന്താണ്? 105 ഡിഗ്രി. അപ്പം നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ചോദ്യത്തിൽ തന്നിട്ടുണ്ട് കോൺ ACD സമം കോൺ BCE. അപ്പോൾ നമുക്കത് എഴുതി നോക്കാം. കോൺ ACD സമം കോൺ BCE ആയാൽ അവ കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോൾ ചിത്രത്തിൽ നോക്കുക. കോൺ ACD, കോൺ BCE, ഇവയിൽ പൊതുവായിട്ട് എന്ത് കോണുണ്ട്? 30 ഡിഗ്രി അളവിൽ കോൺ ECD ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ചിത്രത്തിൽ നിന്ന് എന്ത് മനസ്സിലാവും? കോൺ ACDയിൽ നിന്നും കോൺ BCEയിൽ നിന്നും ഈ പൊതുവായിട്ടുള്ള കോൺ ECD ഒഴിവാക്കിയാൽ എന്ത് കിട്ടും? കോൺ ACEയും കോൺ BCDയും തുല്യമായിരിക്കും കിട്ടും. നമുക്കത് എഴുതാം. കോൺ ACEയും കോൺ BCDയും തുല്യമാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോൺ ACDയും കോൺ BCEയും ആണ്. അവയിലുള്ള പൊതുവായ കോൺ എന്താണ്? കോൺ ECD ആണ്. അപ്പം നമുക്ക് നോക്കാം. അത് 30 ഡിഗ്രിയാണ്. അതായത് കോൺ ACEയും കോൺ BCDയും തുല്യമാണെന്നും കിട്ടി. കോൺ ECD 30 ഡിഗ്രി ആണെന്നും കിട്ടി. ഒരു ചോദ്യത്തിൽ നമുക്ക് അറിയുന്ന മറ്റൊരു കാര്യം എന്താണ്? കോൺ BCEയും എന്താണ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു രേഖയിൽ നമുക്ക് കോണുകൾ, അതിലെ പൊതുവായിട്ടുള്ള രേഖകൾ കൂട്ടിമുട്ടുണ്ടാകുന്ന കോണുകളുടെ മൊത്തം തുക എന്താണ്? 180 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഓരോ കോണായിട്ട് എഴുതാം. എത്രയാണ് അപ്പോൾ 180 ഡിഗ്രി എന്ന് പറയുന്നത്? കോൺ ACE പ്ലസ് കോൺ ECD പ്ലസ് കോൺ DCB ആയിരിക്കും അല്ലേ? അതാണ് 180 ഡിഗ്രി മൊത്തത്തിൽ. അപ്പോൾ നമുക്കത് എഴുതാം. 180 ഡിഗ്രി സമം കോൺ ACE പ്ലസ് കോൺ BCD പ്ലസ് കോൺ ECD. ഇതിൽ കോൺ ACEയും കോൺ BCDയും തുല്യമാണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോൺ ACE എന്ന് തന്നെ ഈ BCDയെ എഴുതാം. കാരണം രണ്ടും ഒന്ന് തന്നെയല്ലേ? അപ്പോൾ കോൺ ACE പ്ലസ് കോൺ ACE പ്ലസ് കോൺ ECD എന്ന് എഴുതാം. കോൺ ACE പ്ലസ് കോൺ ACE എന്ന് പറഞ്ഞാൽ എന്താ? 2 കോൺ ACE പ്ലസ് കോൺ ECD. അത് എത്രയെന്ന് നമുക്കറിയാം? 30 ഡിഗ്രി. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? 180 ഡിഗ്രി സമം 2 കോൺ ACE പ്ലസ് 30 ഡിഗ്രി. ഇനി നമുക്ക് കോൺ ACE കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് ചെയ്യാം? 180 ഡിഗ്രി, 2 കോൺ ACE എന്ന് പറയുന്നത് എന്തായിരിക്കും? 180 ഡിഗ്രിയിൽ നിന്ന് 30 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 2 കോൺ ACE കിട്ടും. അതെത്രയാണ്? 180ൽ നിന്ന് 30 കുറച്ചാൽ 150 ഡിഗ്രി. അപ്പോൾ 2 കോൺ ACE എന്ന് പറയുന്നത് 150 ഡിഗ്രി. അപ്പോൾ കോൺ ACE എന്തായിരിക്കും? 150 ഡിഗ്രി ബൈ 2 എത്രയാ? 75 ഡിഗ്രി. അപ്പോൾ കോൺ ACE കിട്ടി. അതായത് കോൺ BCD അത് തന്നെ 75 ഡിഗ്രി. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കാൻ അതാണോ പറഞ്ഞിട്ടുള്ളത്? അല്ല അല്ലേ? കോൺ ACDയും കോൺ BCEയും ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് കോൺ ACD എന്ന് പറഞ്ഞാൽ എന്താ? കോൺ ACEയും കോൺ ECDയും കൂടി ചേർന്നത്. ചിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാം. കോൺ ACD സമം എന്താണ്? കോൺ ACD സമം കോൺ ACE പ്ലസ് കോൺ ECD. ചിത്രം നോക്കാം. ഇതിൽ കോൺ ACE എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു? 75 ഡിഗ്രിയാണെന്ന് കണ്ടുപിടിച്ചു. കോൺ ECD എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 30 ഡിഗ്രിയാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എത്രയാണ്? 105 ഡിഗ്രി. 75 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി എത്രയാണ്? 105 ഡിഗ്രി. അത് തന്നെയായിരിക്കും കോൺ BCEയും. അപ്പോൾ നമ്മുടെ ഉത്തരം നമുക്ക് കിട്ടി. അടുത്ത ചോദ്യം ചിത്രത്തിലെ വരകൾക്കിടയിലുള്ള കോൺ എത്രയാണ് എന്നാണ്. അപ്പോൾ നമുക്കിതിൽ ചിത്രത്തിലെ വരകൾക്കിടയിലുള്ള കോൺ എത്രയാണെന്ന് നോക്കാം. അപ്പം ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ കോണാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനു മുന്നേ നമ്മുടെ ചിത്രത്തിൽ 2 സെറ്റ് സ്ക്വയർ ഉണ്ട് അല്ലേ? അപ്പോൾ ഈ സെറ്റ് സ്ക്വയറിൽ നമുക്ക് നോക്കാം. ഓരോ കോൺ എത്രയെന്ന് നോക്കാം. ഇത് എത്രയാണ്? 90 ഡിഗ്രി ആയിരിക്കും. അതേപോലെ ഈ സെറ്റ് സ്ക്വയറിലും ഈ കോൺ എത്രയാണ്? 90 ഡിഗ്രി ആയിരിക്കും. ഇനി ഈ ചെറിയ സെറ്റ് സ്ക്വയറിൽ ഈ 2 കോണുകളും എത്ര വീതമായിരിക്കും? അതൊരു സമപാർശ്വ മട്ടത്രികോണാണ്. അതായത് 2 വശങ്ങളും തുല്യമാണ്. ഒരു കോൺ 90 ഡിഗ്രിയാണ്. അപ്പം മറ്റ് 2 കോണുകളും തുല്യമായിരിക്കും. അപ്പം ഒരു ത്രികോണത്തിൽ 3 കോണുകളുടെ തുക എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആ 2 കോണുകളും എത്ര വീതമായിരിക്കും? 45 ഡിഗ്രി വീതമായിരിക്കും അല്ലേ? ഇനി അതുപോലെ വലിയ സെറ്റ് സ്ക്വയറിൽ നോക്കിയാലോ? ഒരു കോൺ
30 ഡിഗ്രി ആയിരിക്കും. ഈ കോൺ എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലായി ഓരോ കോണുകളും എത്രയാണെന്ന്. അതായത് ഈ കോൺ എത്രയാണ്? 45 ഡിഗ്രി. ഈ കോണോ? 60 ഡിഗ്രി അല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ ചോദ്യം എന്താണ്? ഈ വരകൾക്കിടയിലുള്ള ഈ കോൺ എത്രയാണ് എന്നാണ് ചോദ്യം. ഈ ചിത്രം സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ ഒരു രേഖ പോകുന്നുണ്ട്, അതിന് ഇങ്ങനെ 2 രേഖ വന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴുള്ള ഈ കോണാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മളിപ്പോൾ കണ്ടുവച്ചിട്ടുണ്ട് ഇത് 45 ഡിഗ്രിയാണ്, ഇത് 60 ഡിഗ്രിയാണെന്ന് കണ്ടുവച്ചിട്ടുണ്ട്. ഈ കോൺ 45ഉം ഈ കോൺ 60ഉം ആണെങ്കിൽ ഈ കോൺ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ 45ഉം ഇവിടെ 60ഉം ആണെങ്കിൽ ഇത് മൊത്തം എത്രയായിരിക്കും? മൊത്തം 180 ഡിഗ്രി. അപ്പോൾ 180 ഡിഗ്രിയിൽ നിന്ന് 45ഉം 60ഉം കൂട്ടിയത് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഈ വരകൾക്കിടയിലുള്ള കോൺ കിട്ടും. അതായത് 180ൽ നിന്ന് 60ഉം 45ഉം കൂട്ടിയ എത്രയാ? 105. അപ്പോൾ 180ൽ നിന്നും 105 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 75 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ വരകൾക്കിടയിലുള്ള കോൺ എത്രയാണ്? 75 ഡിഗ്രി.